എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഏകദേശം കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പൊ 7:30 തുടങ്ങാന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇനിയും കുറച്ചും കൂടി വൈകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എണ്ണം കുറഞ്ഞു പോവും. അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഈ ഒരു ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2017 മുതൽ 2024 വരെയുള്ള നെറ്റ്, സെറ്റ്, HST, HSST തുടങ്ങിയ പരീക്ഷകളിലെല്ലാം ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ അനുബന്ധമായിട്ട് വരുന്ന വിവരങ്ങളുമാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പമാണെന്ന് തോന്നുന്നത് നിസാരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തെറ്റിച്ച് കളയുന്നവ അങ്ങനെയുള്ളതാണ് കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദ്യം പറയുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നന്നായിട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞവർ ഇതൊരു റിവിഷൻ ആയിട്ട് കണക്കാക്കുക. ഇനിയും പഠിക്കാൻ ബാക്കിയുള്ളവർ, എന്തെങ്കിലും റിവൈസ് ചെയ്യാൻ ബാക്കിയുള്ളവർ ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ ക്ലാസ്സുകൾ കേൾക്കുക. പിന്നെ ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. ഇനി നമുക്ക് മാറ്റി വെക്കാൻ ഒരു സമയമൊന്നുമില്ല. അത് മാത്രമല്ല, ഇന്നിപ്പോ ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ അപ്പൊ തന്നെ ഒന്ന് റിവൈസ് ചെയ്യുക. അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ടൈം ഇല്ല എന്നുള്ളത് അറിയാലോ. അപ്പൊ ഞാൻ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ തൽക്കാലത്തേക്ക് ഓഫാക്കിയാണ്. നിങ്ങൾ നോട്ട് എഴുതിയെടുക്കണം, കൃത്യമായി തന്നെ പഠിക്കണം. അപ്പോൾ നെറ്റ് എഴുതുന്ന JRF വേണ്ടി ശ്രമിക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിൽ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഉത്തര കേരളത്തിലെ തോറ്റം പാട്ടുകൾ എന്ന കൃതിയുടെ കർത്താവാര് എന്നുള്ളതാണ്. അപ്പൊ ഈ ചോദ്യം നമ്മൾ ഗ്രൂപ്പില് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറയാം. ഉത്തര കേരളത്തിലെ തോറ്റം പാട്ടുകൾ എന്ന കൃതിയുടെ കർത്താവാര്? ഓപ്ഷൻ എ MV വിഷ്ണു നമ്പൂതിരി, ഓപ്ഷൻ ബി രാഘവൻ പയ്യനാട്, ഓപ്ഷൻ സി പ്രേംനാഥ് വെട്ടിയാർ, ഓപ്ഷൻ ഡി ചിറക്കൽ T ബാലകൃഷ്ണൻ. നിങ്ങൾക്ക് ഉത്തരം അറിയുമെങ്കിൽ ഉത്തരം നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയാം. ഇതില് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? MV വിഷ്ണു നമ്പൂതിരിയാണ് അല്ലെ. അപ്പൊ MV വിഷ്ണു നമ്പൂതിരിയുമായിട്ട് ബന്ധപ്പെട്ട്, ഫോക്ലോറുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ MV വിഷ്ണു എന്നുള്ള കൃതി രചിച്ചിരിക്കുന്നത് MV വിഷ്ണു നമ്പൂതിരിയാണ്. ഇത് കൂടാതെ MV വിഷ്ണു നമ്പൂതിരിയുടെ തോറ്റം പാട്ടുകൾ എന്ന കൃതി രചിച്ചിരിക്കുന്നത് MV വിഷ്ണു നമ്പൂതിരിയാണ്. MV വിഷ്ണു നമ്പൂതിരിയുടെയും രാഘവൻ പയ്യനാടിന്റെയും ഒക്കെ കൃതികള് പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് MV വിഷ്ണു നമ്പൂതിരിയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങള് ഏതാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കുക. പറയട്ടെ, എഴുതിയെടുത്തോളൂ. നാടോടി വിജ്ഞാനീയം MV വിഷ്ണു നമ്പൂതിരിയുടേതാണ്. നാടോടി വിജ്ഞാനീയം. അപ്പൊ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് MV വിഷ്ണു നമ്പൂതിരിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ആദ്യത്തത് നാടോടി വിജ്ഞാനീയം. കേരളത്തിലെ നാടോടി വിജ്ഞാനീയത്തിനൊരു മുഖവുര. കേരളത്തിലെ നാടോടി വിജ്ഞാനീയത്തിനൊരു മുഖവുര. ഫോക്ലോർ ചിന്തകൾ. ഫോക്ലോർ ചിന്തകൾ. കോതാമൂരി. കോതാമൂരി. മുഖദർശനം. മുഖദർശനം. കടങ്കഥകൾ ഒരു പഠനം. കടങ്കഥകൾ ഒരു പഠനം. പുരാവൃത്ത പഠനം. കടങ്കഥകൾ ഒരു പഠനം, പുരാവൃത്ത പഠനം. നമ്മുടെ പണ്ടത്തെ പാട്ടുകൾ. നമ്മുടെ പണ്ടത്തെ പാട്ടുകൾ. ഫോക്ലോറും ജനസംസ്കാര പഠനവും. ഫോക്ലോറും ജനസംസ്കാര പഠനവും. പുള്ളുവപ്പാട്ടും നാഗാരാധനയും. പുള്ളുവപ്പാട്ടും നാഗാരാധനയും. നാട്ടറിവും നാമപഠനവും. നാട്ടറിവും നാമപഠനവും. ഈ നാട്ടറിവും നാമപഠനവും എന്ന് പറയുന്ന ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കേരളത്തിലെ വ്യക്തി, കുടുംബ, ദേശനാമങ്ങളുടെ ഉത്ഭവം പരിശോധിക്കുന്ന ആദ്യ ശാസ്ത്രീയ ഫോക്ലോർ പഠന ഗ്രന്ഥമാണ്. ഒന്നും കൂടി പറയാം. കേരളത്തിലെ വ്യക്തി, കുടുംബ, ദേശനാമങ്ങളുടെ, വ്യക്തി, കുടുംബ, ദേശനാമങ്ങളുടെ ഉത്ഭവം പരിശോധിക്കുന്ന ആദ്യ ശാസ്ത്രീയ ഫോക്ലോർ പഠന ഗ്രന്ഥമാണ്.
കേരളത്തിലെ വ്യക്തി, കുടുംബ, ദേശനാമങ്ങളുടെ ഉത്ഭവം പരിശോധിക്കുന്ന ആദ്യത്തെ ശാസ്ത്രീയ ഫോക്ലോർ പഠന ഗ്രന്ഥമാണ് നാട്ടറിവും നാമപഠനവും. ആരാണ് രചിച്ചിരിക്കുന്നത്? MV വിഷ്ണു നമ്പൂതിരി. കളമെഴുത്ത് ഒരു പൈതൃക കല. കളമെഴുത്ത് ഒരു പൈതൃക കല. പഴയ പാട്ടുകൾ. കളമെഴുത്ത് ഒരു പൈതൃക കല. പഴയ പാട്ടുകൾ, വടക്കൻ പാട്ടുകൾ, ഫോക്ലോർ നിഘണ്ടു. ഈ പഴയ പാട്ടുകൾ, വടക്കൻ പാട്ടുകൾ, ഫോക്ലോർ നിഘണ്ടു, അതുപോലെ തന്നെ മുഖദർശനം, കോതാമൂരി, നാടോടി വിജ്ഞാനീയം, ഇതൊക്കെ പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ചേരുംപടി ചേർക്കാനൊക്കെ ഒരുപാട് തവണ ഈ പുസ്തകങ്ങളുടെ പേരുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായി തന്നെ ഓർത്തു വെക്കുക. എല്ലാം എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടി പറയണമെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയോ? എഴുതിയെടുക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഒന്ന് പറയോ? പറയണം. നാടോടി വിജ്ഞാനീയം കേരളത്തിലെ നാടോടി വിജ്ഞാനീയം കേരളത്തിലെ നാടോടി വിജ്ഞാനീയത്തിനൊരു മുഖവുര, ഫോക്ലോർ ചിന്തകൾ, കോതാമൂരി, മുഖദർശനം, കടങ്കഥകൾ ഒരു പഠനം, പുരാവൃത്ത പഠനം, നമ്മുടെ പണ്ടത്തെ പാട്ടുകൾ, ഫോക്ലോറും ജനസംസ്കാര പഠനവും, പുള്ളുവപ്പാട്ടും നാഗാരാധനയും, നാട്ടറിവും നാമപഠനവും. ഈ നാട്ടറിവും നാമപഠനവുമാണ് കേരളത്തിലെ വ്യക്തി, കുടുംബ, ദേശനാമങ്ങളുടെ ഉത്ഭവം പരിശോധിക്കുന്ന ആദ്യത്തെ ശാസ്ത്രീയ ഫോക്ലോർ പഠന ഗ്രന്ഥം. കളമെഴുത്ത് ഒരു പൈതൃക കല. പഴയ പാട്ടുകൾ, വടക്കൻ പാട്ടുകൾ, ഫോക്ലോർ നിഘണ്ടു. പഴയ പാട്ടുകൾ, വടക്കൻ പാട്ടുകൾ, ഫോക്ലോർ നിഘണ്ടു. അപ്പം ഇത് നിങ്ങൾ എഴുതുന്നതോടൊപ്പം ഇപ്പൊ തന്നെ ഇതൊന്ന് പഠിച്ച് ഉറപ്പിക്കുക. അടുത്തതായിട്ട് ഓപ്ഷനിൽ ആരെ കൊടുത്തിട്ടുണ്ട്? രാഘവൻ പയ്യനാടിനെ കൊടുത്തിട്ടുണ്ട് അല്ലെ? രാഘവൻ പയ്യനാടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൃതികൾ നമുക്കൊന്ന് നോക്കാം. രാഘവൻ പയ്യനാടിന്റെ കൃതികളാണ് പറയുന്നത്, എഴുതിയെടുത്തോളൂ. ഫോക്ലോറിന് ഒരു പഠന പദ്ധതി. ഫോക്ലോറിന് ഒരു പഠന പദ്ധതി. ഫോക്ലോർ സങ്കേതനങ്ങളും സങ്കല്പനങ്ങളും. ഒന്നും കൂടി പറയാം. ഫോക്ലോറിന് ഒരു പഠന പദ്ധതി. ഫോക്ലോർ സങ്കേതനങ്ങളും സങ്കല്പനങ്ങളും. കേരള ഫോക്ലോർ. രാഘവൻ പയ്യനാട്ടിന്റെ കൃതികളാണ്. ഫോക്ലോറിന് ഒരു പഠന പദ്ധതി, ഫോക്ലോർ സങ്കേതനങ്ങളും സങ്കല്പനങ്ങളും, കേരള ഫോക്ലോർ. ഇപ്പൊ തന്നെ പഠിക്കുകയും എഴുതുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഓപ്ഷനിൽ ആരെയാണ് കൊടുത്തിട്ടുള്ളത്? പ്രേംനാഥ് വെട്ടിയാര് നാടൻ പാട്ടുകൾ എന്നുള്ള ഒരു ഫോക്ലോർ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. നാടൻ പാട്ടുകൾ. പ്രേംനാഥ് വെട്ടിയാർ, നാടൻ പാട്ടുകൾ. പിന്നെ ഓപ്ഷനിൽ ആരാണുള്ളത്? ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ ഉണ്ട് അല്ലെ? ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ. ഇപ്പൊ വെട്ടിയാർ പ്രേംനാഥിൻ്റെത് നാടൻ പാട്ടുകളാണ്. ചിറക്കൽ ടി ബാലകൃഷ്ണനാണ് കളരിപ്പയറ്റ് എന്നുള്ള ഒരു ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. കളരിപ്പയറ്റ് ഫോക്ലോറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കളരിപ്പയറ്റ് എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായരാണ്. ഇദ്ദേഹമാണല്ലേ ഭാരതമാലയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത്? അതും കൂടി ഇതിന്റെ കൂടെ ഓർക്കുക. ഭാരതമാലയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായരാണ്. അപ്പൊ ഇത്രയും ഗ്രന്ഥങ്ങള് നിങ്ങൾ എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഫോക്ലോറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഏതാനും പുസ്തകങ്ങളും അതിന്റെ രചയിതാക്കളുടെയും പേരുകൾ പറയാം. നിങ്ങൾ എഴുതിയെടുക്കുക. എന്തെങ്കിലും എഴുതാൻ പറ്റാതെ ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. വീണ്ടും ആവർത്തിച്ച് പറയുന്നതായിരിക്കും.
കേരളത്തിലെ കാളിസേവ. അത് മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ. കേരളത്തിലെ കാളിസേവ ആരാണ് രചിച്ചത്? ആരാണ് കേരളത്തിലെ കാളിസേവ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്? അറിയോ ആർക്കെങ്കിലും? അറിയുന്നവരാരെങ്കിലും ഒന്ന് പറഞ്ഞേ. അറിയില്ലേ? ചേലനാട്ട് അച്യുതമേനോനാണ് കേരളത്തിലെ കാളിസേവ എന്ന് പറയുന്ന കൃതി രചിച്ചിരിക്കുന്നത്. കേരളത്തിലെ കാളിസേവ ചേലനാട്ട് അച്യുതമേനോൻ. കേരളത്തിലെ കാളിസേവ ചേലനാട്ട് അച്യുതമേനോനാണ്. എഴുതിയെടുത്തുവല്ലോ. അടുത്തത് കേരളത്തിലെ നാടോടി നാടകങ്ങൾ. കേരളത്തിലെ നാടോടി നാടകങ്ങൾ. SK നായർ. കേരളത്തിലെ നാടോടി നാടകങ്ങൾ SK നായർ. കേരളത്തിലെ കാളിസേവ ചേലനാട്ട് അച്യുതമേനോൻ. കേരളത്തിലെ നാടോടി നാടകങ്ങൾ SK നായർ. വടക്കൻ പാട്ടുകൾ. വടക്കൻ പാട്ടുകൾ MC അപ്പുണ്ണി നമ്പ്യാർ. വടക്കൻ പാട്ടുകൾ രചിച്ചിരിക്കുന്നത് MC അപ്പുണ്ണി നമ്പ്യാരാണ്. കേരളത്തിലെ കാളിസേവ ചേലനാട്ട്, കേരളത്തിലെ നാടോടി നാടകങ്ങൾ SK നായർ, വടക്കൻ പാട്ടുകൾ MC അപ്പുണ്ണി നമ്പ്യാർ. കാക്കാരിശി നാടകം. കാക്കാരിശി നാടകം G ഭാർഗവൻ പിള്ള. കാക്കാരിശി നാടകം G ഭാർഗവൻ പിള്ള. വടക്കൻ പാട്ടുകൾ MC അപ്പുണ്ണി നമ്പ്യാർ, കാക്കാരിശി നാടകം G ഭാർഗവൻ പിള്ള. എടനാടൻ പാട്ട്. എടനാടൻ പാട്ട്. എടനാടൻ പാട്ട് KR സജിത. എടനാടൻ പാട്ട് KR സജിത. പുരാതന പാട്ടുകൾ PL ലൂക്കോസ്. പുരാതന പാട്ടുകൾ PL ലൂക്കോസ്. വടക്കൻ പാട്ടുകൾ MC അപ്പുണ്ണി നമ്പ്യാർ, കാക്കാരിശി നാടകം G ഭാർഗവൻ പിള്ള, എടനാടൻ പാട്ട് KR സജിത. മുടിയേറ്റ് ചുമ്മാർ ചൂണ്ടൽ. മുടിയേറ്റ് ചുമ്മാർ ചൂണ്ടൽ. പുരാതന പാട്ടുകൾ PL ലൂക്കാസ്. ഈ പുരാതന പാട്ടുകള്, വടക്കൻ പാട്ടുകൾ MC അപ്പുണ്ണി നമ്പ്യാർ, ഇതൊക്കെ ഈ പറയുന്ന എല്ലാം തന്നെ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഏത് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പുസ്തകങ്ങളുടെ പേരുകൾ ആവർത്തിച്ച് തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് ചേരുംപടി ചേർക്കാനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായി ഓർത്തു വെക്കുക. എടനാടൻ പാട്ട് KR സജിത, മുടിയേറ്റ് ചുമ്മാർ ചൂണ്ടൽ, പുരാതന പാട്ടുകൾ PL ലൂക്കാസ്, വലവീശു പുരാണം സാംബശിവ ശാസ്ത്രികൾ. വലവീശു പുരാണം സാംബശിവ ശാസ്ത്രികൾ. റബ്ബാൻ പാട്ട്. റബ്ബാൻ പാട്ട് മാളിയേക്കാൽ തോമ. റബ്ബാൻ പാട്ട് മാളിയേക്കാൽ തോമ. കേരളത്തിലെ കാളിസേവ ചേലനാട്ട് അച്യുതമേനോൻ. കേരളത്തിലെ നാടോടി നാടകങ്ങൾ SK നായർ. വടക്കൻ പാട്ടുകൾ MC അപ്പുണ്ണി നമ്പ്യാർ. വടക്കൻ പാട്ടുകൾ MC അപ്പുണ്ണി നമ്പ്യാർ. കാക്കാരിശി നാടകം G ഭാർഗവൻ പിള്ള. കാക്കാരിശി നാടകം G ഭാർഗവൻ പിള്ള. എടനാടൻ പാട്ട്. എടനാടൻ പാട്ട് KR സജിത. മുടിയേറ്റ് ചുമ്മാർ ചൂണ്ടൽ. മുടിയേറ്റ് ചുമ്മാർ ചൂണ്ടൽ. പുരാതന പാട്ടുകൾ. പുരാതന പാട്ടുകൾ PL ലൂക്കാസ്. പുരാതന പാട്ടുകൾ PL ലൂക്കാസ്. വലവീശു പുരാണം. വലവീശു പുരാണം സാംബശിവ ശാസ്ത്രികൾ. വലവീശു പുരാണം സാംബശിവ ശാസ്ത്രികൾ. റബ്ബാൻ പാട്ട്. റബ്ബാൻ പാട്ട് മാളിയേക്കാൽ തോമ. റബ്ബാൻ പാട്ട് മാളിയേക്കാൽ തോമ. ഇത്രയും എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് കൂടാതെ ഫോക്ലോറുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, പിന്നെ അതുപോലെ തന്നെ ഓരോരോ അനുഷ്ഠാനപരമായ കലകള്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഹൃദ്യം ചാനൽ, യൂട്യൂബ് ചാനൽ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതും കൂടി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക, കാണാത്തവര്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി ചോദ്യങ്ങൾ കിട്ടും. അപ്പൊ ആ ക്ലാസ്സിൽ കുറെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതെല്ലാം ഒന്നാമത്തെ ചോദ്യവും അതിന്റെ അനുബന്ധമായിട്ട് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു.
രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. കമ്പി, കഴുത്ത്, വാൽക്കമ്പി തുടങ്ങിയ പ്രാസങ്ങൾ ഏതുതരം പാട്ടിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ മാർഗംകളിപ്പാട്ട്, ഓപ്ഷൻ ബി ചാറ്റുപാട്ട്, ഓപ്ഷൻ സി തോറ്റം പാട്ട്, ഓപ്ഷൻ ഡി മാപ്പിളപ്പാട്ട്. ഓപ്ഷൻ എ മാർഗംകളിപ്പാട്ട്, ബി ചാറ്റുപാട്ട്, സി തോറ്റം പാട്ട്, ഡി മാപ്പിളപ്പാട്ട്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം? ഈ കമ്പി, കഴുത്ത്, വാൽക്കമ്പി തുടങ്ങിയ പ്രാസങ്ങൾ ഏതു പാട്ടിലാണ് കാണപ്പെടുന്നത്? അറിയാവുന്നവരൊന്ന് പറയൂ. ഗുഡ്, മാപ്പിളപ്പാട്ടാണ് അല്ലെ. അപ്പൊ മാപ്പിളപ്പാട്ടിലുള്ള കമ്പി എന്ന് പറയുന്നത് ഏത് പ്രാസാണ്? ആദ്യാക്ഷരപ്രാസാണ്. നമ്മള് പാട്ട് സാഹിത്യത്തിനെ കുറിച്ച് പഠിക്കുമ്പോ പാട്ടിന്റെ ലക്ഷണത്തിൽ 2 പ്രാസ വ്യവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ഒന്ന് എതുകയും മറ്റേത് മോനയുമാണ്. അപ്പോ ആദ്യാക്ഷരപ്രാസം എന്ന് പറയുന്നത് ഏതാണ്? കമ്പിയാണ്. എഴുതുന്നുണ്ടല്ലോ അല്ലെ. ആദ്യാക്ഷരപ്രാസം, കമ്പി എന്ന് പറയുന്നത് ആദ്യാക്ഷരപ്രാസമാണ്. ദ്വിതീയാക്ഷരപ്രാസം ആണ് കഴുത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഓപ്ഷനിൽ ഏതെല്ലാം കൊടുത്തിട്ടുള്ളത്? കമ്പി കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ പറഞ്ഞു ആദ്യാക്ഷരപ്രാസമാണ് എന്ന്. കഴുത്താണ് ദ്വിതീയാക്ഷരപ്രാസം. ഓരോ പാദത്തിന്റെയും രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുന്നത് ദ്വിതീയാക്ഷരപ്രാസം. വാൽക്കമ്പി എന്ന് പറയുന്നത് വാൽക്കമ്പി അന്ത്യാക്ഷരപ്രാസമാണ്. വാൽക്കമ്പി എന്ന് പറയുന്നത് അന്ത്യാക്ഷരപ്രാസമാണ്. ഈ അന്ത്യാക്ഷരപ്രാസം എന്ന് പറയുന്നത് അന്ത്യാക്ഷരങ്ങൾക്ക് വരുന്ന സമാനത, അവസാനത്തെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നത് അന്ത്യാക്ഷരപ്രാസം. അപ്പോ മാപ്പിളപ്പാട്ടിൽ അത് ഏതാണ്? വാൽക്കമ്പിയാണ്. അപ്പൊ കമ്പി നമ്മൾ പറഞ്ഞു ആദ്യാക്ഷരപ്രാസം, കഴുത്ത് ദ്വിതീയാക്ഷരപ്രാസം, വാൽക്കമ്പി എന്ന് പറയുന്നത് അന്ത്യാക്ഷരപ്രാസമാണ്. മനസ്സിലായല്ലോ? അടുത്ത പറയട്ടെ. അന്താദിപ്രാസം എന്ന് പറയുന്നത് വാലുമ്മൽ കമ്പിയാണ്. എന്താണ് അന്താദിപ്രാസം എന്ന് പറഞ്ഞാല്? ഒരു പാദത്തിന്റെ ഒരു ഖണ്ഡം അവസാനിപ്പിച്ച പദം കൊണ്ട് അടുത്ത ഖണ്ഡം ആരംഭിക്കുന്നത്. അവസാനിപ്പിച്ച പദം കൊണ്ട് തന്നെ അടുത്ത വരി ആരംഭിക്കുന്നതിനാണ് നമ്മൾ എന്തു പറയുന്നത്? അന്താദിപ്രാസം എന്ന് പറയുന്നത്. മാപ്പിളപ്പാട്ടിൽ അതെന്താണ്? വാലുമ്മൽ കമ്പി. ഒന്നും കൂടി പറയാം. കമ്പി എന്ന് പറയുന്നത് ആദ്യാക്ഷരപ്രാസമാണ്. കഴുത്ത് എന്ന് പറയുന്നത് ദ്വിതീയാക്ഷരപ്രാസമാണ്. വാൽക്കമ്പി എന്ന് പറയുന്നത് അന്ത്യാക്ഷരപ്രാസമാണ്. അതേപോലെ വാലുമ്മൽ കമ്പി എന്ന് പറയുന്നത് അന്താദിപ്രാസമാണ്. അവസാനത്തെ പദം തുടർന്ന് വരുന്ന ഭാഗത്ത് ആദ്യത്തെ ഭാഗത്ത് ആവർത്തിച്ചു വരുന്നത് അന്താദിപ്രാസം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറയണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ എന്നാല്. പക്ഷെ അടുത്ത മൂന്നാമത്തെ ചോദ്യം, പ്രൊഫസർ C.L. ആന്റണിയുടെ ഘട്ടവിഭജനം ഏത്? പ്രൊഫസർ C.L. ആന്റണിയുടെ ഘട്ടവിഭജനം ഏത്? ഓപ്ഷൻ 1 പ്രാചീന മലയാളം, മധ്യകാല മലയാളം, ആധുനിക മലയാളം. 2 കരിന്തമിഴ് കാലം, മലയാണ്മ കാലം, മലയാള കാലം. ഓപ്ഷൻ 3 പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം. പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം. 4 കരിന്തമിഴു കാലം, പഴയ മലയാള കാലം, മധ്യമലയാള കാലം, നവീന മലയാള കാലം. ഇതില് ഏതാണ് C.L. ആന്റണിയുടെ ഘട്ടവിഭജനത്തിൽ പെടുന്നത്? പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം. അതെ, ഓപ്ഷൻ 3 ആണ്. പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം ആണല്ലേ. അപ്പൊ അതില് സംക്രമണഘട്ടം എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും C.L. ആന്റണിയുടേതാണ് ഈ ഘട്ടവിഭജനം എന്ന്. അതുപോലെ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് കരിന്തമിഴ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം AR-നെ ഉറപ്പിക്കാം. പക്ഷെ ഇതിൽ നോക്കൂ,
ഓപ്ഷനിൽ കരിന്തമിഴ് കാലം എന്ന് പറഞ്ഞിട്ട് രണ്ടു പേര് ഘട്ടവിഭജനത്തിന്റെ തുടക്കത്തിൽ കരിന്തമിഴ് കാലമായിട്ട് പറഞ്ഞിരിക്കുന്ന രണ്ടുപേരുണ്ട് അല്ലെ. അപ്പൊ നമുക്കത് ആരൊക്കെയാണെന്നും മറ്റുള്ള ഓപ്ഷനിലുള്ളത് ആരൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണ് അവർ വിഭജിച്ചിരിക്കുന്നതെന്നും വിശദമായിട്ട് നമുക്ക് നോക്കാം. പക്ഷെ അടുത്ത സ്ലൈഡ് കാണിക്കൂ. അടുത്ത അതും ഈ വിഭജനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. പി ശങ്കരൻ നമ്പ്യാരുടെ ഘട്ടവിഭജന ക്രമം ഏത്? പ്രാചീന മലയാളം, മധ്യമലയാളം, ആധുനിക മലയാളം, കരിന്തമിഴ് കാലം, പഴയ മലയാള കാലം, മധ്യമലയാള കാലം, നവീന മലയാളം. കരിന്തമിഴ് കാലം, മലയാള കാലം, മലയാണ്മ കാലം, പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം. ഇതിലേതാണ് പി ശങ്കരൻ നമ്പ്യാരുടെ ഘട്ടവിഭജനം? അതിൽ നമുക്ക് ഓപ്ഷൻ എ ആണ് അല്ലെ. പ്രാചീന മലയാളം, മധ്യമലയാളം, ആധുനിക മലയാളം. നമുക്കിനി ഘട്ടവിഭജനത്തെ കുറിച്ച് വിശദമായിട്ട് ഒന്ന് നോക്കാം. മാഷെ അടുത്ത സ്ലൈഡ് മാഷെ. അതിൽ നോക്കൂ, പി ഗോവിന്ദപിള്ള 4 ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് അല്ലെ. മലയാള ഭാഷാ ചരിത്രത്തെ 4 ഘട്ടങ്ങളായിട്ടാണ് പി ഗോവിന്ദപിള്ള വിഭജിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് കരിന്തമിഴു കാലം, രണ്ടാമത്തത് പഴയ മലയാള കാലം. പി ഗോവിന്ദപിള്ളയുടെ ഘട്ടവിഭജനാണ് പറയുന്നത്. കരിന്തമിഴു കാലം, പഴയ മലയാള കാലം, മധ്യമലയാള കാലം, നവീന മലയാള കാലം. അപ്പം ഒന്നും കൂടി പറയാം. കരിന്തമിഴു കാലം, പഴയ മലയാള കാലം, മധ്യമലയാള കാലം, നവീന മലയാള കാലം. മലയാള ഭാഷാ ചരിത്രത്തെ പി ഗോവിന്ദപിള്ള 4 ഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. കരിന്തമിഴ് കാലം, പഴയ മലയാള കാലം, മധ്യമലയാള കാലം, നവീന മലയാള കാലം. ഇനി അടുത്തത് നമുക്ക് ARന്റെ വിഭജനം നോക്കാം. അപ്പൊ AR എത്രയായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്? 3 ഘട്ടങ്ങളായിട്ടാണ് AR വിഭജിച്ചിരിക്കുന്നത്. ഭാഷാ ചരിത്രത്തെ, മലയാള ഭാഷാ ചരിത്രത്തെ 3 ഘട്ടങ്ങളായിട്ടാണ് AR വിഭജിച്ചിരിക്കുന്നത്. ARഉം തുടങ്ങുന്നത് ഏതിൽ നിന്ന് തന്നെയാണ്? കരിന്തമിഴ് കാലം. അപ്പൊ കരിന്തമിഴ് കാലം എന്ന് പറഞ്ഞ് ഘട്ടവിഭജനം നടത്തിയത് ആരൊക്കെയാണ്? പി ഗോവിന്ദപിള്ളയും ARഉം. AR 3 ഘട്ടങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. കരിന്തമിഴ് കാലം, മലയാണ്മ കാലം, മലയാള കാലം. കരിന്തമിഴ് കാലം ഭാഷയുടെ ബാല്യാവസ്ഥയെയാണ് കുറിക്കുന്നത്. മലയാണ്മ കാലം കൗമാരാവസ്ഥയെ കുറിക്കുന്നു. മലയാള കാലം യൗവനാവസ്ഥയാണ് കുറിക്കുന്നത്. മലയാള കാലം യൗവനാവസ്ഥയെയാണ് കുറിക്കുന്നത്. അപ്പം AR രാജരാജവർമ്മ 3 ആയിട്ട് ഘട്ടവിഭജനം നടത്തിയിരിക്കുന്നു. കരിന്തമിഴ് കാലം, മലയാണ്മ കാലം, മലയാള കാലം. ഇനി നമുക്ക് നേരത്തെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന പി ശങ്കരൻ നമ്പ്യാരുടെ ഘട്ടവിഭജനം നോക്കാം. പ്രാചീന മലയാളം, മധ്യമലയാളം, മധ്യമലയാളം, ആധുനിക മലയാളം. പ്രാചീന മലയാളം, മധ്യമലയാളം, ആധുനിക മലയാളം. വടക്കൻകൂറിന്റെ വിഭജനാണ് ഇനി നോക്കാനുള്ളത്. പക്ഷെ മറ്റേ സ്ലൈഡ് തന്നെ വെക്കോ. വടക്കൻകൂറ് ഭാഷാ ചരിത്രത്തെ 3 ഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. 3 ഘട്ടങ്ങളായിട്ടാണ് വടക്കൻകൂറും ഭാഷാ ചരിത്രത്തെ വിഭജിച്ചിരിക്കുന്നത്. ഒന്ന് ആദികാലം,
2 മധ്യകാലം, ആദികാലം, മധ്യകാലം, അധുനാതന കാലം. ആദികാലം, മധ്യകാലം, അധുനാതന കാലം. അടുത്തത് കെ ഗോദവർമ്മയാണ്. കെ ഗോദവർമ്മ ഭാഷയുടെ ഘട്ടങ്ങൾ എത്രയായിട്ട് 2 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കെ ഗോദവർമ്മ 2 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 പ്രാചീന ഘട്ടവും 2 അർവാചീന ഘട്ടവും. 1 പ്രാചീന ഘട്ടവും 2 അർവാചീന ഘട്ടവും. അടുത്തത് സി എൽ ആന്റണിയുടെ ഘട്ടവിഭജനാണ്. സി എൽ ആന്റണിയുടെ. സി എൽ ആന്റണി എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 3 ആയിട്ട്. പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം. പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം. പി വി വേലായുധൻ പിള്ള ഭാഷാചരിത്രത്തെ 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പി വി വേലായുധൻ പിള്ള ഭാഷാചരിത്രത്തെ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. പൂർവ പ്രാചീന മലയാളം, പൂർവ പ്രാചീന മലയാളം. പക്ഷെ അടുത്ത സ്ലൈഡ് കാണിക്കൂ. പി വി വേലായുധൻ പിള്ള ഭാഷാചരിത്രത്തെ 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പൂർവ പ്രാചീന മലയാളം, പ്രാചീന മലയാളം, വികസിത മലയാളം. പൂർവ പ്രാചീന മലയാളം, പ്രാചീന മലയാളം, വികസിത മലയാളം. ഒന്നും കൂടി പറയാം. പി ഗോവിന്ദപിള്ള ഭാഷാചരിത്രത്തെ 4 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. കരിന്തമിഴ് കാലം, പഴയ മലയാള കാലം, മധ്യമലയാള കാലം, നവീന മലയാള കാലം. അതുപോലെ എ ആർ രാജരാജവർമ്മ 3 ഘട്ടമായിട്ട് തിരിച്ചിരിക്കുന്നു. കരിന്തമിഴ് കാലം, മലയാണ്മ കാലം, മലയാള കാലം. പി ശങ്കരൻ നമ്പ്യാര് ഭാഷാചരിത്രത്തെ 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. പ്രാചീന മലയാളം, മധ്യമലയാളം, ആധുനിക മലയാളം. വടക്കുംകൂറ് 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദികാലം, മധ്യകാലം, അധുനാതന കാലം. കെ ഗോദവർമ്മ 2 ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. പ്രാചീന ഘട്ടം, അർവാചീന ഘട്ടം. സി എൽ ആന്റണി 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം. പി വി വേലായുധൻ പിള്ള ഭാഷാചരിത്രത്തെ 3 ഘട്ടമായിട്ട് തിരിച്ചിരിക്കുന്നു. പൂർവ പ്രാചീന മലയാളം, പ്രാചീന മലയാളം, വികസിത മലയാളം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് എഴുതിയെടുത്ത കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ച് ഉറപ്പിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കരിന്തമിഴ് കാലം എന്ന് പറഞ്ഞിട്ട് 4 ഘട്ട വിഭജനം നടത്തിയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഉറപ്പിക്കുക പി ഗോവിന്ദപിള്ളയാണെന്ന്. 2 ഘട്ട വിഭജനം മാത്രമേ നടത്തിയിട്ടുള്ളൂ എങ്കിൽ അത് കെ ഗോദവർമ്മയാണെന്ന് ഉറപ്പിക്കുക. സംക്രമണ ഘട്ടം എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് സി എൽ ആന്റണി എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രാചീനം, മധ്യം, ആധുനികം എന്നുള്ള രീതിയിൽ തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് പി ശങ്കരൻ നമ്പ്യാരാണെന്ന് ഉറപ്പിക്കുക. ആദി, മധ്യം, അധുനാതനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വടക്കുംകൂറാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഘട്ട വിഭജനത്തിന്റെ പേരാണ് പി വി വേലായുധൻ പിള്ളയുടേതുള്ളത്. പൂർവ പ്രാചീനം, പ്രാചീനം, വികസിതം. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം പറയട്ടെ. പക്ഷെ അടുത്ത ചോദ്യം കാണിക്കുവോ? അടുത്ത ചോദ്യം, ഭാഷോൽപത്തി ചർച്ചയിൽ മിശ്രജന്യവാദം അവതരിപ്പിച്ചത്. നമ്മള് നെറ്റിന്റെ ഏത് ക്വസ്റ്റ്യൻ എടുത്തു നോക്കിയാലും ആദ്യം കാണുന്ന ക്വസ്റ്റ്യൻ മിക്കവാറും ഈ ഭാഷോൽപത്തി വാദങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും. പിന്നെ അത് ചിലപ്പോ ചേരുംപടി ചേർക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഭാഷോൽപത്തി ചർച്ചയിൽ മിശ്രജന്യവാദം അവതരിപ്പിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷനില് എ ആർ രാജരാജവർമ്മ, ഓപ്ഷൻ 2 കോവുണ്ണി നെടുങ്ങാടി, 3 ഇളംകുളം കുഞ്ഞൻ പിള്ള,
4 KM പ്രഭാകര വാര്യർ. AR രാജരാജവർമ്മ, കോവുണ്ണി നെടുങ്ങാടി, ഇളംകുളം കുഞ്ഞൻപിള്ള, KM പ്രഭാകര വാര്യർ. ആരാണ് മിശ്രജന്യവാദം അവതരിപ്പിച്ചത്? അറിയുന്നവര് പറഞ്ഞോളൂ. 3 ശരിയാണ് അഞ്ജന. ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് അല്ലെ. ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ഭാഷോൽപത്തി ചർച്ചയിൽ മിശ്രജന്യവാദം അവതരിപ്പിച്ചത്. അപ്പൊ നമുക്ക് ഭാഷോൽപത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വാദങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പണ്ഡിതന്മാരും ആരൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ എഴുതിയെടുക്കാൻ റെഡിയാണെന്ന് വിചാരിക്കുന്നു. ആദ്യം സംസ്കൃതജന്യവാദം. സംസ്കൃതജന്യവാദം അവതരിപ്പിച്ചത് സംസ്കൃതത്തിൽ നിന്നുമാണ് മലയാളം ഉണ്ടായത് എന്നുള്ള വാദം അല്ലെ. ലീലാതിലകാരൻ പറഞ്ഞിരിക്കുന്നത് സംസ്കൃതം അനാദിയാണെന്നാണ്, തുടക്കമില്ലാത്തത്, അനന്തമായത് അല്ലെ. അതിന് അതേപോലെ ഭാഷയെ മലയാളത്തെ പറഞ്ഞിരിക്കുന്നത് അത് സാധ്യമാണ്, അതായത് അതിന് തുടക്കമുണ്ട്. ആ തുടക്കം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്നുമാണ്. അപ്പൊ സംസ്കൃതത്തിൽ നിന്നുമാണ് മലയാളത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരാണ് കോവുണ്ണി നെടുങ്ങാടി. സംസ്കൃതജന്യവാദത്തിന്റെ വക്താക്കളാണ് കോവുണ്ണി നെടുങ്ങാടി, സ്വാമിനാഥ അയ്യർ, വടക്കുംകൂർ CV വാസുദേവ ഭട്ടതിരി. ഒന്നും കൂടി പറയാം. സംസ്കൃതജന്യവാദം കോവുണ്ണി നെടുങ്ങാടി, സ്വാമിനാഥ അയ്യർ, വടക്കുംകൂർ, CV വാസുദേവ ഭട്ടതിരി. നിങ്ങൾക്കിത് എളുപ്പത്തിൽ എങ്ങനെ ഓർമ്മിച്ചു വെക്കാം? കോവ് സ്വാമി വടക്കു വാസു എന്ന് ആലോചിച്ചു കഴിഞ്ഞാല് സംസ്കൃതജന്യവാദത്തിലുള്ള പണ്ഡിതന്മാരുടെ പേരുകൾ നിങ്ങൾക്ക് കിട്ടും. കോവ് സ്വാമി വടക്കു വാസു, കോവ് സ്വാമി കോവുണ്ണി, സ്വാമിനാഥ അയ്യർ, വടക്കുംകൂർ രാജരാജവർമ്മ, CV വാസുദേവ ഭട്ടതിരി. എഴുതിയെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സ്വതന്ത്രതാവാദമാണ്. സ്വതന്ത്രതാവാദത്തിന്റെ വക്താക്കൾ ആരൊക്കെയാ? എന്താണ് സ്വതന്ത്രതാവാദം എന്ന് പറഞ്ഞാല്? കന്നഡ, തെലുങ്ക്, തമിഴ് മുതലായ ഭാഷകളെ പോലെ, കന്നഡയും തമിഴും തെലുങ്കും തുടങ്ങിയ ഭാഷകളെ പോലെ തന്നെ പൂർവദ്രാവിഡത്തിൽ നിന്നും നേരിട്ട് ഉത്ഭവിച്ചതാണ് മലയാളം. അതാണ് സ്വതന്ത്രവാദികളുടെ നിലപാട്, പക്ഷം എന്ന് പറയുന്നത്. അവര് പറയുന്നത് എന്താണ്? കന്നഡയും തെലുങ്കും തമിഴും പോലെയുള്ള ഭാഷ പോലെ തന്നെ പൂർവ്വദ്രാവിഡത്തിൽ നിന്നും അതുപോലെ നേരിട്ട് ഉത്ഭവിച്ചതാണ് ഏത്? മലയാളം എന്ന് പറയുന്നത്. അതാണ് സ്വതന്ത്രതാവാദത്തിന്റെ ആശയം എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ എന്ന് പറയുന്നത് ആറ്റൂർ കൃഷ്ണപിഷാരടി ആണ്. സ്വതന്ത്രതാവാദത്തിന്റെ ഏറ്റവും ശക്തമായിട്ട് വാദിച്ചത് ആറ്റൂരാണ്. പിന്നെ KM ജോർജ് സ്വതന്ത്രതാവാദത്തെ ഭാഗികമായി അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും വെച്ചിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. സ്വതന്ത്രതാവാദത്തിന്റെ ഏറ്റവും ശക്തനായ വക്താവ് ആര് എന്ന് പറഞ്ഞ ചോദ്യം വന്നിട്ടുണ്ട്. അത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. KM ജോർജ് ഭാഗികമായി അംഗീകരിക്കുന്ന ഭാഷോൽപത്തിവാദം ഏത്? ചോദ്യം വന്നിട്ടുണ്ട്. ഏതാണത്? സ്വതന്ത്രതാവാദം. പിന്നെ ഗോദവർമ്മ, CA മേനോൻ, ഉള്ളൂര് CL ആന്റണിയുടെ സ്വതന്ത്രതാവാദമാണ് നമ്മള് ഭാഷാ സംക്രമണവാദം എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. അപ്പൊ ആറ്റൂർ കൃഷ്ണപിഷാരടി, KM ജോർജ് ഭാഗികം, ഗോദവർമ്മ, CA മേനോൻ, ഉള്ളൂർ, CL ആന്റണി. എഴുതിയെടുക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. അടുത്തത് പറയട്ടെ.